ഇത് ഹാപ്പി ന്യൂ ഇയറിൻ്റെ മറ്റേ പടക്കം പൊട്ടിക്കലല്ല. ഇത് ഇന്ന് രാവിലെ അമേരിക്കക്കാർ വെനിസ്വേലയിലിട്ട ബോംബിൻ്റെ ഫുട്ടേജസ് ആണ്. അങ്ങനെ വെൽക്കം ടു 2026 തുടക്കം തന്നെ പടക്കം പൊട്ടിച്ചിട്ടുണ്ട് ട്രംപ്. ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണ് അമേരിക്ക വിത്ത് വെനിസ്വേല. സൗത്ത് അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനിസ്വേലയായിട്ട് ഒരു ഓപ്പൺ വാർ നടക്കുകയാണ്. അവിടെ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓരോന്നായിട്ട് നോക്കാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ജനുവരി 3-ാം തീയതി പുലർച്ചെ വെനിസ്വേലൻ സമയം, ഇന്ത്യൻ സമയം രാവിലെ 11:30 അമേരിക്കൻ അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ് കടക്കുകയാണ്. വെനിസ്വേലൻ എയർ സ്പേസിലേക്ക് കടക്കുന്നു. അവിടെ പോയി ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാം ബോംബിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ബോംബിടുന്നുണ്ട്. പക്ഷെ നേരെ പോയിരിക്കുന്നത് മെയിൻ ടാർഗറ്റ് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡൂറോ ആണ് അവിടുത്തെ പ്രസിഡന്റ്. അപ്പം നേരെ പോകുന്നു, മെഡൂറോ ഇരിക്കുന്ന കരാക്കസിലേക്ക് പോകുന്നു. അവിടെ വേറെ സ്ഥലത്തുള്ള ഡിഫൻസ് സ്ഥലത്തെല്ലാം ബോംബിട്ടുകൊണ്ടാണ് പോകുന്നത്. അവിടെ പോയി കരാക്കസിൽ പോയി വെനിസ്വേലൻ പ്രസിഡന്റ് മെഡൂറോനെ പിടിച്ചിട്ട് വരുന്നു. 30 മിനിറ്റ്, വേറെ 30 മിനിറ്റിനുള്ളിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇറ്റ് ഷോസ് ദ പ്രിസിഷൻ ഓഫ് US മിലിറ്ററി. ചുമ്മാതല്ല, മറ്റേ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഒക്കെ വെറുതെ അല്ല, ഇതൊക്കെ കാരണമാണ് അവിടെ ഇരിക്കുന്നത്. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കൊല്ലത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ്, സമാധാനം ഓൺ എർത്തായിരുന്നു ഈ കൊല്ലത്തെ ട്രംപിൻ്റെ. 2 ദിവസമേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോറി, മാമനോടൊന്ന് തോന്നല്ല മക്കളെ. ഒഫീഷ്യൽ കൺഫർമേഷൻ ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെഡൂറോൻ്റെ ഭാര്യയും. മെഡൂറോനെ എങ്ങോട്ട് കൊണ്ടുപോയെന്ന് വലിയ പിടിയൊന്നുമില്ല, തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നാലും ഇത്രയും ഗാർഡ്സൊക്കെ ഉള്ള ഇയാളിനെ ഇങ്ങനെ അരമണിക്കൂറിലൊക്കെ പിടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഓക്കെ, എന്തോ നടന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ന്യൂസുകളൊക്കെ വരുന്നേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അറിയായിരിക്കും എന്താണ് ഈ ശരിക്കും നടന്നതെന്ന്. വൈ വെനിസ്വേല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങളൊന്ന് ഗൂഗിൾ എടുക്കുക. ഹൂ ഹാസ് ഹയസ്റ്റ് റിസർവ് ഇൻ ക്രൂഡ് ഓയിൽ എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ഇറ്റ്സ് നോട്ട് സൗദി, ഇറ്റ്സ് നോട്ട് UAE, ഇറ്റ്സ് നോട്ട് ദുബായ്, ഇറ്റ്സ് നോട്ട് എനിവൺ, ഇറ്റ്സ് വിത്ത് വെനിസ്വേല. വെനിസ്വേലയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ റിസർവ് ഓയിൽ ഉള്ളത്. 80% വെനിസ്വേലൻ ഓയിൽ ആർക്കാണ് കൊടുക്കുന്നത്? ഇറ്റ്സ് ഗോയിങ് ടു ചൈന. ഓക്കെ, അപ്പോൾ ചൈനയ്ക്ക് ഇട്ടുള്ളൊരു പണി, വെനിസ്വേലയ്ക്ക് ഇട്ടുള്ള പണി, ഒരു വടിക്ക് 2 പക്ഷി. മെഡൂറോൻ്റെ ലാസ്റ്റ് പബ്ലിക് അപ്പിയറൻസ് ആരുടെ കൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസിൽ ഏതോ ഒഫീഷ്യൽസിൻ്റെ കൂടെയാണ്. അവർ ഡീൽ എന്തോ സംസാരിക്കാൻ വന്നതാണ്. ആ വീഡിയോ ആണ് കാണുന്നത്. പിന്നെ കുറച്ച് മുന്നേ ഒരു ഓയിൽ ടാങ്കർ വെനിസ്വേലയുടെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അമേരിക്കക്കാർ. അപ്പോൾ വന്ന ന്യൂസാണ് റഷ്യക്കാരും ചൈനക്കാരും ഫുൾ സപ്പോർട്ടാണ് വെനിസ്വേലയ്ക്കെന്ന്. അപ്പോൾ ആരുടെ കൂടെയാണെന്ന് ഇനി പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ.